ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവം നമുക്ക് തരുന്ന ദാനങ്ങളെ കുറിച്ചാണ്. 2 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 15-ാമത്തെ വാക്യം. ദൈവം നമുക്ക് നൽകുന്ന ദാനങ്ങൾ പറഞ്ഞാൽ തീരാത്ത ദാനങ്ങൾ. ദൈവം നമുക്ക് പ്രത്യേകിച്ച് തരുന്ന 5 ദാനങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. 1, ദൈവം നമുക്ക് പ്രാപ്തി തരുന്നു എന്ന്. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലത് സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. നമ്മുടെ ആരോഗ്യം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ എഫേർട്സുകൾ എല്ലാം ദൈവത്തിന്റെ. ഒരു സുറിയാണ്, ഈ പ്രാപ്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, അത് ദൈവത്തിന്റെ. നമ്മെ രക്ഷിക്കുന്ന വിഷയത്തിൽ നമ്മുടെ ദൈവം പ്രാപ്തനാകുന്നു എന്നാണ് വായിക്കുന്നത്. താൻമുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവരെ രക്ഷിപ്പാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകും. എല്ലാം ദൈവത്തിന്റെ. ദൈവം നൽകുന്ന മറ്റൊരു ദാനമാണ് ദൈവം നമുക്ക് മക്കളെ തരുന്നു എന്നുള്ളത്. യാക്കോബിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, റാഹേലും ലേയും. റാഹേൽ സുന്ദരിയാണെങ്കിലും അവൾ മച്ചിയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ അവൾ യാക്കോബിനോട് പറയുന്നുണ്ട്, നീ എനിക്ക് മക്കളെ തരണം, ഇല്ലെങ്കിൽ ഞാൻ നശിച്ചു പോകും. അപ്പോൾ യാക്കോബിന് അവളോട് കോപം തോന്നി. നിനക്ക് മക്കളെ തരാതിരിക്കുന്ന ദൈവത്തിന്റെ സ്ഥാനത്തോ ഞാൻ എന്ന് ചോദിച്ചു. ആരാ മക്കളെ തരുന്നേ? ദൈവം. ലേയ അനിഷ്ഠയാണെങ്കിലും ദൈവം അവളെ കടാക്ഷിച്ച് ദൈവം അവൾക്ക് നിരവധി മക്കളെ നൽകി. 6ാമതൊരു കുഞ്ഞ് സെബുലൂൻ ജനിക്കുകയാണ്. ആ സമയത്ത് അവൾ പറഞ്ഞ സാക്ഷ്യം ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ലേയ പിന്നെയും ഗർഭം ധരിച്ച് യാക്കോബിന് 6ാമതൊരു മകനെ പ്രസവിച്ചു. ദൈവം എനിക്ക് ഒരു നല്ല ദാനം തന്നിരിക്കുന്നു. ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നോടുകൂടെ വസിക്കും. ഞാൻ അവന് 6 മക്കളെ പ്രസവിച്ചുവല്ലോ. അനിഷ്ട ഭാര്യയാണ്, പക്ഷേ ദൈവങ്ങൾക്ക് പുത്രസമ്പത്ത് നൽകി. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ശ്രേഷ്ഠരായ വ്യക്തികൾ ജനിച്ചതൊക്കെ ഈ ലേയിൽ. യോശുവ, മോശെ തുടങ്ങിയ നേതാക്കന്മാരൊക്കെ ജനിച്ചത് ഈ അനിഷ്ട ഭാര്യയിൽ നിന്നാണ്. ആരാണോ കൂടുതൽ നൊമ്പരം അനുഭവിക്കുന്നത്, ആരാണോ കൂടുതൽ നിന്ദകൾ അനുഭവിക്കുന്നത്, അവർക്ക് വേണ്ടി തുണയായി നിൽക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. 127, 128 സങ്കീർത്തനങ്ങളിൽ മക്കളെ കുറിച്ചുള്ള പല വിവരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം തന്നെ. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. മക്കളെ തരുന്നത് ദൈവമാണ്. ലേയുടെ മറ്റൊരു മകനാണ് യഹൂദ. യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി. 2 പ്രാവശ്യം യുദ്ധത്തിന് പോകുന്ന വേളയിൽ ആരാണ് മുമ്പേ പോകേണ്ടത് എന്ന് ചോദിക്കുന്ന വേളയിൽ ദൈവം 2 പ്രാവശ്യവും പറഞ്ഞത് യഹൂദ മുമ്പേ പോകട്ടെ. ഗോശനിലേക്ക് ഇസ്രായേൽ മക്കൾ പോവുകയാണ്. തിരുവെഴുത്തിൽ വായിക്കുന്നു, അവർക്ക് വഴി കാണിക്കേണ്ടതിന് യഹൂദ മുൻപേ പോയി. കനാന്യരോട് യുദ്ധം ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. ആരാകുന്നു മുമ്പേ പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയുകയാണ്, യഹൂദ മുൻപേ പോകട്ടെ. ഒത്തിരി നൊമ്പരം അനുഭവിച്ച ആ സ്ത്രീയുടെ കുഞ്ഞിനെ ദൈവം മുമ്പന്തിയിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ കർത്താവ് പോലും യഹൂദ ഗോത്രത്തിൽ നിന്നാണ് ജനിച്ചത്. ഇത് വേദപുസ്തകം വ്യക്തമാക്കുന്ന ഒരു സത്യമാണ്. ഒത്തിരി നൊമ്പരങ്ങൾ, അടിച്ചമർത്തലുകൾ ആരൊക്കെ അനുഭവിക്കപ്പെടുന്നുവോ അവർക്ക് വേണ്ടി ദൈവം തുണയായി വരും. എല്ലാവരും ഉപേക്ഷിക്കുന്നവരെ ചേർത്തടയ്ക്കുന്ന ഒരു ദൈവമാണ് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്ന ദൈവം. ദൈവം തരുന്ന മറ്റൊരു ദാനമാണ് സമാധാനം എന്നുള്ളത്. 4-ാം സങ്കീർത്തനം 8-ാം വാക്യം നമുക്ക് കാണാതറിയാം, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം 5:19. ദൈവം ധനവും ഐശ്വര്യവും അത് അനുഭവിച്ച് തന്റെ ഓഹരി ലഭിച്ച് തന്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരവും കൊടുത്തിരിക്കുന്ന
ഏത് മനുഷ്യനും അത് ദൈവത്തിന്റെ ദാനം തന്നെ. ഐശ്വര്യവും ധനവും അത് അനുഭവിച്ച് തന്റെ ഓഹരി ലഭിച്ച് തന്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരം കൊടുത്തിരിക്കുന്ന ഏതു മനുഷ്യനും അത് ദൈവത്തിന്റെ ദാനമത്രേ. നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് പേടി ഉണ്ടാവുകയില്ല. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലേ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. പൈസ കൂടുമ്പോ സമാധാനം കുറയുകയാണ് ചെയ്യുന്നത്. കടത്തിനെ കിടക്കുന്നവനും അങ്ങനെ ദരിദ്രനായ മനുഷ്യന് അവൻ സുഖമായിട്ട് കിടന്നുറങ്ങും. എന്നാൽ പൈസ കൂടുമ്പോ സ്വസ്ഥത നഷ്ടപ്പെടും. കള്ളനെതിരെ കൂടെ കയറുന്നതെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞത് സമ്പത്ത് വേണ്ട എന്നല്ല, പക്ഷെ സമ്പത്ത് തരുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവമാണ് ഇത് തരുന്നത്. ഇനി ആത്മാക്കളെ തരുന്നത് ദൈവമാണ്. നമ്മളെല്ലാവരും ദൈവമേ ആത്മാക്കളെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാണ് ആത്മാക്കളെ തരുന്നത്? സ്വർഗത്തിലെ ദൈവമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. 14 ദിവസം സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ അദ്രിയ കടലിൽ അലയുകയാണ്. രക്ഷപ്പെടുമെന്നുള്ള ആശ അറ്റുപോകുകയാണ്. കപ്പലിന്റെ ഭാരം കുറയ്ക്കാൻ സാധനങ്ങൾ എടുത്ത് കടലിലേക്ക് കളയുകയാണ്. പക്ഷേ ദൈവം തന്റെ ദൂതനെ പൗലോസിന്റെ അടുക്കിലേക്ക് അയച്ചു. ആ ദൂതൻ മുഖാന്തരം ദൈവം അവനോട് സംസാരിച്ചു. നീ റോമിൽ പോകുമെന്ന് ദൈവം പറഞ്ഞ വചനം അവന്റെ ജീവിതത്തിൽ ദൈവം നിവർത്തിക്കുകയാണ്. പൗലോസിന് ലഭിച്ച ദൂത് പറഞ്ഞു, കപ്പൽ തകരും, പക്ഷെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എന്തുകൊണ്ട് ആരുടെയും പ്രാണന് ഹാനി വരികയില്ല എന്ന് പൗലോസ് പറഞ്ഞു? അതിന്റെ കാരണം അല്പം മുമ്പ് ദൈവത്തിന്റെ ദൂതൻ അവനോട് പറഞ്ഞൊരു ദൂതുണ്ട്. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. കപ്പലിൽ എത്ര പേരുണ്ട്? 276 പേരുണ്ട്. ആ ലിസ്റ്റ് പൗലോസിന്റെ കയ്യിലില്ല. പക്ഷേ അദ്രിയ കടലിന്റെ കൂരിരുട്ടിന്റെ നടുവിലും സൂര്യനെയും ചന്ദ്രനെയും കാണാതെ അലയുന്ന വേളയിലും ആളുകളുടെ എണ്ണം അറിയാവുന്ന ദൈവം പറഞ്ഞു, അത്രയും പേരെ ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. തെസ്സലോനിക്ക ലേഖനത്തിൽ ഒരു വാക്യം വായിച്ചാട്ട്, 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആരാകുന്നു? നിങ്ങളും അല്ലയോ? പൗലോസ് പറയാണ് തെസ്സലോനിക്കയിലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആരാകുന്നു? നിങ്ങളുമല്ലയോ? അപ്പൊ താൻ നേടിയ ആത്മാക്കൾ ദൈവസന്നിധിയിൽ ഒരു അലങ്കാരമായിരിക്കും. ആത്മാക്കളെ നേടിയവർക്ക് ദൈവം പ്രതിഫലങ്ങളെ നൽകും. ആ ആത്മാക്കളെ നേടിയത് സ്വന്തം കഴിവുകൊണ്ടല്ല, ദൈവം ദാനമായി നൽകിയതാണ്. അതാണ് ദൈവം പൗലോസിനോട് പറഞ്ഞത്, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. പറഞ്ഞു തരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. ഇനിയും നമുക്ക് ലഭിക്കുന്ന കൃപാവരങ്ങൾ, പലവിധമായ കൃപാവരങ്ങൾ. കൊരിന്ത്യ ലേഖനത്തില് ഏതാണ്ട് നിരവധി കൃപാവരങ്ങളെ കുറിച്ച് വായിക്കുന്നു. ആ കൃപാവരമൊന്നും നമ്മുടെ സ്വന്തമെന്നല്ല, അതെല്ലാം ദൈവം തന്നതാണ്. തിരുവെഴുത്ത് നോക്കിയാട്ടെ, എഫേസ് ലേഖനം 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനത്തിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. കൃപ അത് എങ്ങനെയാ ലഭിക്കുന്നത് പറഞ്ഞേ? ദൈവത്തിന്റെ ദാനമാണ്. ഒരാൾക്ക് ഒരു രോഗശാന്തി വരം ദൈവം കൊടുക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരെ സൗഖ്യമാക്കുന്നു. ആ സൗഖ്യം നൽകുന്ന, ആ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിക്ക് പറയാൻ പറ്റത്തില്ല, ഞാൻ ഇന്ന കോളേജിൽ പോയി പഠിച്ചെടുത്തെന്ന് പറയാൻ പറ്റൂ. കൃപാവരങ്ങളൊക്കെ ദൈവം തോന്നി തരുന്നതാണ്. ശുശ്രൂഷ ദൈവം തരുന്നതാണ്. അതുകൊണ്ട് ലജ്ജാകരമായ ഉപായങ്ങളെ ഞങ്ങൾ ഉപേക്ഷിച്ച് സകല മനുഷ്യന്റെയും മുമ്പാകെ ഘനമായത് ചെയ്യുന്നു. നമ്മുടെ ശുശ്രൂഷകൾ നമ്മുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനം. എല്ലാ സഹോദരങ്ങളും ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ വേലയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ശുശ്രൂഷയിൽ ദൈവം ഒരുപക്ഷെ ദയതോന്നി നിങ്ങളെ ഉപയോഗിക്കാം.
അത് എന്റെ മിടുക്കുകൊണ്ടാണെന്ന് ആരും പ്രശംസിക്കരുത്, അഹങ്കരിക്കരുത്. ദൈവത്തിന്റെ ദാനമാണ്. പ്രാർത്ഥിക്കാനുള്ള വരം ദൈവത്തിന്റെ ദാനമാണ്. പ്രസംഗിക്കാനുള്ള വരം ദൈവത്തിന്റെ ദാനമാണ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വരം ദൈവത്തിന്റെ ദാനമാണ്. ഭൂതങ്ങളുടെ മേലുള്ള അധികാരം ദൈവത്തിന്റെ ദാനമാണ്. എല്ലാം ദൈവത്തിന്റെ ദാനം. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചി. യേശുവേ യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. ചേർന്ന് യേശുവേ യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നമുക്ക് ലഭിച്ച രണ്ട് പ്രധാന ദാനങ്ങളെ കുറിച്ചുകൂടെ ഞാൻ പറയാൻ പോവുകയാണ്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ 5 ദാനങ്ങൾ എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ആത്മരക്ഷ അത് ദൈവത്തിന്റെ ദാനമാണ്. നാം ആരും രക്ഷിക്കപ്പെട്ടത് നാം ചെയ്ത എന്തെങ്കിലും പുണ്യപ്രവർത്തികൾ കൊണ്ടല്ല, ദൈവത്തിന്റെ ദാനമായിരുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേയാകും. അടുത്ത വാക്യം, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. നീ ചെയ്ത ഏതെങ്കിലും പുണ്യപ്രവർത്തികൾ കൊണ്ടല്ല നീ രക്ഷിക്കപ്പെട്ടത്. മനുഷ്യന്റെ നീതി പ്രവർത്തികളൊക്കെയും ദൈവത്തിന്റെ മുമ്പാകെ കറ പിരണ്ട തുണി പോലെ. തീത്തോസിന്റെ ലേഖനം 3:5, അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവർത്തികളാലല്ല, തന്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. റോമാലേഖനം 3:24 വാക്യം, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. എങ്ങനെയാ നീതീകരിക്കപ്പെടുന്നത്? സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. നിത്യതയുടെ യവനിക യോഹന്നാന്റെ മുമ്പാകെ ദൈവം വെളിപ്പെടുത്തുന്ന ഭാഗമാണ് വെളിപ്പാട് പുസ്തകം.
ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. യോഹന്നാൻ കാണുന്ന നിരവധി ദർശനങ്ങളിൽ ഒരു ദർശനം, കുറെ ആളുകളെ കാണുന്നു. ഇവരാരെ എന്ന് ചോദിക്കുമ്പോൾ യജമാനൻ അറിയുമല്ലോ, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവർ. അവര് പാടുന്നൊരു പാട്ടുണ്ട്, വെളിപ്പാട് പുസ്തകം 7:10. രക്ഷ എന്നുള്ളത് നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. എന്റെ മെടുക്ക് കൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. ആത്മരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ ഇന്ന് ഒത്തിരി കായക്ലേശങ്ങൾ ചെയ്യുന്നുണ്ട്, തീർത്ഥാടനങ്ങൾ ചെയ്യുന്നുണ്ട്, മലകൾക്ക് മുകളിലേക്ക് വലിഞ്ഞു കയറാറുണ്ട്, എടുക്കാൻ പറ്റാത്ത ഭാരം ചുമന്നുകൊണ്ട് ആലയങ്ങൾക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്യാറുണ്ട്, ശരീരം കുത്തി മുറിപ്പെടുത്താറുണ്ട്. ചിലർ തീയിൽ ചാടുന്നു, ചിലർ വല്ലാത്ത വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു. ഏതെങ്കിലും മനുഷ്യന് ഏതെങ്കിലും പ്രവർത്തികൾ കൊണ്ട് ആത്മരക്ഷ നേടുവാൻ എന്തെങ്കിലും മാർഗമുണ്ടായിരുന്നു എങ്കിൽ ദൈവപുത്രനായ ക്രിസ്തു ഭൂമിയിലേക്ക് വരേണ്ടുന്ന യാതൊരു ആവശ്യവുമില്ലായിരുന്നു. ഹനനയാകും ഭോജനയാകും നീ ഇച്ഛിച്ചില്ല, സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. രക്ഷ ദൈവത്തിന്റെ ദാനം. ഒരു മനുഷ്യനും ഒരു പ്രവൃത്തി കൊണ്ടും പാപക്ഷമ ലഭിക്കുകയില്ല. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. മലകൾ കയറിയാൽ കിട്ടുകില്ല, ക്രിയകൾ നടത്തിയാൽ നേടുകില്ല. മലകൾ കയറിയാൽ കിട്ടുകില്ല, ക്രിയകൾ നടത്തിയാൽ നേടുകില്ല. നന്മകൾ, നോമ്പുകൾ, നേർച്ചകൾ, കാഴ്ച ഇവയാലൊന്നും രക്ഷ സാധ്യമല്ല. കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അതു ദാനം, ദാനം, ദാനം. ഹല്ലേലൂയ! ആത്മരക്ഷ ദൈവത്തിന്റെ ദാനമാണ്. രക്ഷയെക്കുറിച്ച് വേദപുസ്തകത്തിലെ ഒരു വാക്യം, ഇത്ര വലിയ രക്ഷ എന്നാണ്. വിലയേറിയ രക്ഷയാണ്, പക്ഷേ അത് സൗജന്യമായി തരികയാണ്. വേദപുസ്തകത്തിലെ വാക്യം കേൾക്കണോ? മനുഷ്യനെ വീണ്ടെടുപ്പാൻ, അവന് വീണ്ടെടുപ്പ് വില കൊടുപ്പാൻ ആർക്കും കഴിയത്തില്ല. അവന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. ആ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതായതുകൊണ്ട് അതിനൊരു വിലയേറിയ വില കൊടുക്കണമായിരുന്നു. അതാണ് യേശുവിന്റെ രക്തം നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. പൊന്ന്, വെള്ളി മുതലായ അടിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെ എന്തുകൊണ്ടാ? ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ ഏറിയ രക്തം കൊണ്ട് അത്രേ. മനുഷ്യന്റെ വീണ്ടെടുപ്പ് വിലയേറിയതായിരുന്നു. മനുഷ്യൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ സാധിക്കില്ല എന്നാണ് 49-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. നമുക്ക് ദൈവം തരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ദാനം, പരിശുദ്ധാത്മാവിനെ അവൻ നമുക്ക് ദാനമായി തരുന്നു എന്നുള്ളതാണ്. റോമാലേഖനം 8-23 വാക്യം, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അതിലെ ആദ്യ വാക്യം ഒന്ന് വായിച്ചേ. ആത്മാവെന്ന ആദ്യദാനം. ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന വേറെ വാദം, വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ വീണ്ടെടുപ്പിന്റെ അച്ചാരമാകുന്ന പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു. അപ്പൊ ആദ്യദാനം, അച്ചാരം എന്താണ്? ഇതൊരു കച്ചവട വാക്കാണ്. ഒരു വസ്തു നിങ്ങൾ കണ്ടു, ഇഷ്ടപ്പെട്ടു, അത് വാങ്ങാൻ തീരുമാനിച്ചു കഴിയുമ്പോ ടോക്കൺ കൊടുക്കുകയല്ല, അതിന്റെ ആ തുകയുടെ ഒരു ആദ്യ ഗഡു കൊടുക്കും, കൊടുത്ത് എഗ്രിമെന്റ് എഴുതും. അച്ചാരം. ഇത് ഞാൻ വാങ്ങാൻ ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചിരിക്കുന്നു. രണ്ട് വ്യക്തികളും തമ്മിൽ അതിൽ പരസ്പര ധാരണയായിരിക്കുന്നു. അതിലേക്ക് ഉറപ്പിലേക്ക് വേണ്ടി ഒരച്ചാരം കൊടുക്കുകയാണ്.
യഹൂദ എന്ന മനുഷ്യൻ ഒരിക്കൽ താമാർ എന്ന സ്ത്രീയുടെ അടുക്കൽ ചെല്ലുകയാണ്. യഹൂദ അവളോട് പറഞ്ഞു, ഞാൻ നിനക്ക് കൂലിയായി ഒരു കോലാറ്റുകൊറ്റനെ കൊടുത്തുവിടാം. അവളുടെ ബാർഗൈനിങ് നടത്തുകയാണ്. അവൾ ഇങ്ങനെയാണ് പറഞ്ഞത്, കോലാറ്റുകൊറ്റനെ കൊടുത്തുവിടാന്ന് പറഞ്ഞു. പക്ഷേ കൊടുത്തുവിടും എന്നുള്ളതിലേക്ക് എനിക്ക് ഒരു ഉറപ്പ് വേണം. എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, നിന്റെ കയ്യിലെ വടിയും നിന്റെ കയ്യിലെ മോതിരച്ചരടും നിന്റെ കയ്യിലെ മുദ്രമോതിരവും എനിക്ക് അച്ചാരമായി തരണം. കോലാറ്റുകൊറ്റനെ കൊടുത്തുവിടും എന്നുള്ളതിലേക്ക് അച്ചാരമായിട്ട് മുദ്രമോതിരവും മോതിരച്ചരടും കയ്യിലെ വടിയും കൊടുത്തു. നമ്മുടെ കർത്താവ് നമ്മെ വീണ്ടെടുത്ത് തന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ള ആ കച്ചവടത്തിന് അഡ്വാൻസായി ദൈവം നൽകിയിരിക്കുന്ന അച്ചാരമാണ് പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ വാഗ്ദത്തത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഞരങ്ങുകയാണ്. പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് എങ്ങനെ? മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം, കർത്താവിന്റെ മുമ്പാകെ വിനയപ്പെടണം, വിധേയപ്പെടണം. ആ സമയത്താണ് ചോദിക്കുന്നവർക്ക് ആത്മാവിനെ അളവ് കൂടാതെ നൽകുന്ന ദൈവം നിങ്ങളെയും തന്റെ ആത്മാവിനാൽ നിറയ്ക്കുന്നത്. പെന്തക്കോസ്ത് നാളിൽ പത്രോസ് ദൈവത്തിന് വചനം പ്രസംഗിച്ചു. ഉടനെ കൂടി വന്ന ജനം, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിന് എന്തു ചെയ്യണം? പുസ്തകം 2:38 പത്രോസ് പറഞ്ഞ മറുപടിക്കകത്ത് ഇങ്ങനെയുണ്ട്, നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവെന്ന ദാനം അത് യഹൂദന്മാരുടെ മേലുള്ള പരിശുദ്ധാത്മ പകർച്ചയാണ്. പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ ജാതികളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ പകർച്ച ഉണ്ടാകുന്നു. 11-ാം അധ്യായത്തിൽ അക്കാര്യം വിവരിക്കുമ്പോൾ അപ്പോസ്തലർ 11:17 ആകയാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തു. അതേ ദാനത്തെ, പരിശുദ്ധാത്മാവെന്ന ദാനത്തെ ജാതികളുടെ മേലും പകർന്നത് കണ്ടവർ വിസ്മയിച്ചു. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം, ഇത് ദാനമാണ്. പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റത്തില്ല. വേദപുസ്തകത്തിൽ ഒരു സംഭവമുണ്ട്. അപ്പോസ്തലർ പുസ്തകം 8-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളാണ്. പത്രോസ് എന്ന് ഓരോരുത്തർക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കുന്നു. ഉടനെ അവർ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നു. ഇത് ആഭിചാരകനായ ശീമോൻ കണ്ടപ്പോൾ കുറച്ച് പൈസ എടുത്തോണ്ട് വന്ന് പത്രോസിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ആരുടെ മേലെങ്കിലും കൈവച്ചാൽ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കണം, അതുകൊണ്ട് ഇത് എനിക്കൂടെ തരാൻ. പത്രോസ് അവനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ ദാനത്തെ നീ പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നിരൂപിക്കുന്നുവോ? പരിശുദ്ധാത്മാവ് എന്താ? ദൈവത്തിന്റെ ദാനം. ശീമോൻ പത്രോസ് ആഭിചാരകനായ ശിമോനോട് പറയുകയാണ്, നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിനും അകപ്പെട്ടിരിക്കുന്നത് ഞാൻ കാണുന്നു. ദൈവത്തിന്റെ ദാനത്തെ നീ പൈസയ്ക്ക് വാങ്ങാമെന്ന് നിരൂപിക്കുന്നുവോ? നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാണ്. അഭിഷേകം പ്രാപിക്കാത്ത പലരോടും നിങ്ങൾ ചോദിച്ചു നോക്കെ, അവരുടെ എല്ലാം ഹൃദയത്തിൽ വലിയ ഭാരമുണ്ട്. എന്നാൽ സാധുക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ മറ്റൊന്നുമില്ലെങ്കിലും, പുകഴ്ചയായി പ്രശംസയായി പറയാനൊന്നുമില്ലെങ്കിലും, നമുക്ക് ദൈവം തന്റെ ആത്മാവിനെ അളവ് കൂടാതെ നൽകി. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാണ്. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. പ്രാപ്തി ദൈവത്തിന്റെ ദാനമാണ്. മക്കൾ ദൈവത്തിന്റെ ദാനമാണ്. കൃപാവരങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്. ലഭിച്ചതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. നെടുമ്പാശ്ശേരിയിൽ ആത്മീക ആരാധനയ്ക്കായി ഒരിടം. പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ്. സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും
വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8086991167 9946997525.